നെല്ലിക്കച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ആദ്യം തന്നെ നെല്ലിക്ക നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഒന്ന് ആവി കയറ്റി എടുക്കണം. നല്ല ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം. വേഗം മസാലയെല്ലാം ഉള്ളിലേക്ക് അങ്ങ് പിടിക്കുകയും ചെയ്യും ആവി കയറ്റി എടുക്കുമ്പോൾ. അല്ലാതെ പച്ചക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറേ സമയം വേണ്ടി വരും മസാല പിടിക്കാൻ. നെല്ലിക്ക ചൂടെല്ലാം പോയതിന് ശേഷം കുരു എടുത്ത് കളഞ്ഞിട്ട് ഇതളുകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി അങ്ങനെ ആക്കണം നിർബന്ധമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ ഓരോ നെല്ലിക്കയായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ കാരണം, ഇതളുകളാക്കാൻ കാരണം പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മസാല പിടിക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതങ്ങ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിക്കാം. നല്ലെണ്ണയാണെങ്കിൽ കൂടുതൽ കാലം വെക്കുന്നവർക്ക് അതാണ് നല്ലത്. അതിനുശേഷം ഇതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവില്ലാത്തതാണെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ ചേർക്കുന്നത് നല്ലതാണ്. കാരണം അത് ഈ മസാലയിൽ കിടക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എരിവുണ്ടാവില്ലല്ലോ. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നല്ലതുപോലെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊതുവേ അച്ചാറിനൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ചേർക്കുമ്പോൾ ആ ഒരു ഗ്രേവിക്കെല്ലാം നല്ല തിക്ക് കിട്ടും. പൊതുവേ ഞാൻ അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ചേർക്കാറ്. ഇനിയൊന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. എന്നിട്ട് പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടിയും, കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി കളറിൻ്റെ കൂടെ തന്നെ നമ്മുടെ അച്ചാർ നല്ല തിക്കായിട്ട് കിട്ടാനും സഹായിക്കും. കുറച്ച് കൂടുതൽ അളവിൽ ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉലുവ പൊടിച്ചതാണ്. ഉലുവ ചൂടാക്കി പൊടിച്ചതോ അല്ലാതെ പൊടിച്ചതോ ആവാം. അത് കുറച്ച് കൂടുതൽ അളവ് വേണം. ഇനി ഇതിലേക്ക് വേണ്ടത് പൊടിയായിട്ട് കായപ്പൊടിയാണ്. ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള കായപ്പൊടിയാണ് കേട്ടോ ചേർത്തത്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് ചൂടെല്ലാം പോയ വെള്ളമാണ് ചേർക്കുന്നത്. നല്ലതുപോലെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ തിള വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തിള വരുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാവുന്നതാണ്. കൂടുതലിട്ട് തിളപ്പിക്കരുത്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് വിനാഗിരി ചേർത്തിട്ടില്ല. വിനാഗിരി ചേർക്കുന്നില്ല കാരണം ഇതിന് നെല്ലിക്ക തന്നെ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വിനാഗിരി ചേർക്കാതെയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ഗ്രേവി കുറച്ചുകൂടി വേണം, ലൂസാവണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്താൽ മതി കേട്ടോ. തിളപ്പിച്ച് ചൂടെല്ലാം പോയ വെള്ളമാണ് ചേർക്കേണ്ടത്. ചൂടെല്ലാം പോയ ശേഷം സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്.